ഒരു പാലമിട്ടാൽ അങ്ങോട്ടും ഇങ്ങോട്ടും വേണമെന്നാണ് പഴമൊഴി. പാലം സർക്കാരിന്റേതായാലോ എല്ലാം അങ്ങോട്ട് മാത്രം. ആലപ്പുഴയ്ക്ക് പ്രൗഢപ്രതാപം സമ്മാനിച്ച തുറമുഖത്തിന്റെ പ്രവർത്തനം നിലച്ചിട്ട് കാൽനൂറ്റാണ്ടാവുന്നു. ഉത്സവത്തിരക്കുണർത്തിയ കപ്പലുകളുടെ കാഹളം ഇപ്പോൾ പഴയ തലമുറയുടെ ഓർമ്മകളിൽ മാത്രം. തുറമുഖം ഉയർത്തെഴുന്നേൽക്കുമെന്ന ഭരണാധികാരികളുടെ വാഗ്ദാനത്തിനും അത്രത്തോളം പഴക്കമുണ്ട്. പുതിയ കാലത്തിന്റെ സാധ്യതയ്ക്കനുസരിച്ച് ആലപ്പുഴ തുറമുഖത്തെ മാറ്റിയെടുക്കുന്നതിന് ഫലപ്രദമായ യാതൊരു പദ്ധതിയും കഴിഞ്ഞ കാൽനൂറ്റാണ്ടിനിടയിൽ നടന്നിട്ടില്ല. കയറ്റിറക്കുമതിക്കായി പ്രതിവർഷം 400ഓളം കപ്പലുകളാണ് ചെറുതും വലുതുമായി ആലപ്പുഴ തുറമുഖത്ത് വന്നും പോയി വരുന്നത്. രാവും പകലുമായി 2500ഓളം പേർ ജോലിക്കും വന്നിരുന്നു. കപ്പലുകളുടെ വരവ് ക്രമേണ കുറഞ്ഞു 1979 ആയപ്പോഴേക്കും തുറമുഖത്തെത്തിയത് ഒരേയൊരു കപ്പൽ മാത്രമായിരുന്നു. തുടർന്ന് 10 വർഷം ആളനക്കമില്ലാതെ തുറമുഖം കിടന്നു. ഈ സമയം തുറമുഖത്തിന്റെ പ്രവർത്തനം പൂർവ്വസ്ഥിതിയിലാക്കാൻ പ്രക്ഷോഭങ്ങളും അവിരാമം നടന്നിരുന്നു. വക്കം പുരുഷോത്തമൻ MP-യും റോസമ്മ പുന്നൂസ് MLA-യും ആയിരുന്ന കാലത്ത് സംസ്ഥാന സർക്കാരിന്റെ ശ്രമഫലമായി തുറമുഖം വഴി ഭക്ഷ്യധാന്യങ്ങൾ ഇറക്കാൻ നടപടി സ്വീകരിച്ചിരുന്നു. അങ്ങനെ 1989 ഡിസംബറിൽ 20,000 ടൺ അരിയുമായി തുറമുഖത്ത് ഒരു കപ്പലെടുത്തു. അന്ന് കപ്പൽ കാണാൻ മാത്രമായി മന്ത്രിമാരും ജനപ്രതിനിധികളും ഉൾപ്പെടെ ആയിരക്കണക്കിന് ആളുകളാണ് തുറമുഖത്തെത്തിയത്. കാലപ്പഴക്കം ചെന്ന പാലം റിപ്പയർ ചെയ്തും ക്രെയിൻ പ്രവർത്തനം സജ്ജമാക്കിയും ചരക്കിറക്കുന്നതിനുള്ള ഒരുക്കങ്ങൾ നടത്തി. പക്ഷേ എല്ലാം തകിടം മറിഞ്ഞു. കുളത്തുങ്കൽ കോർപ്പറേഷൻ എന്ന കമ്പനിയാണ് കരാർ ഏറ്റെടുത്തിരുന്നത്. ഇതിന്റെ പ്രതിനിധിയെത്തി തുറമുഖം പരിശോധിച്ച ശേഷം തുറമുഖം സുരക്ഷിതമല്ലാത്തതിനാൽ ചരക്കിറക്കാൻ പറ്റില്ലെന്ന് അറിയിച്ചു. ഒടുവിൽ പോർട്ട് ഓഫീസർ വിജയൻപിള്ള നടത്തിയ ചർച്ചകൾക്കൊടുവിലാണ് ഡെമറേജ് ഒഴിവാക്കി ചരക്കിറക്കിയത്. അന്ന് 5 ലക്ഷം രൂപ കരാറുകാരന് കിട്ടി. തൊഴിലാളികൾക്ക് കൂലി ഇനത്തിൽ 8 ലക്ഷം രൂപയും ലഭിച്ചു. അതിനുശേഷം തുറമുഖത്തിന്റെ നവീകരണത്തിനു വേണ്ടി നിരവധി ചർച്ചകൾ നടന്നു. മറീനക്കം പോർട്ട് പ്രവർത്തനം തുടങ്ങുന്നു എന്നുള്ള പ്രചാരണമാണ് ഏറ്റവും ഒടുവിൽ തുറമുഖത്തെക്കുറിച്ച് കേട്ടത്. അതും ഇപ്പോൾ കേൾക്കാതെയായി. തുറമുഖത്തെ ആശ്രയിച്ച് ജീവിച്ചിരുന്ന നൂറുകണക്കിന് തൊഴിലാളികൾ ക്ലേശിച്ച് ജീവിക്കുന്നു. കിഴക്കിന്റെ വെനീസിന്റെ പാരമ്പര്യം എന്നെങ്കിലും ഉയർത്തെഴുന്നേൽക്കുമെന്ന പ്രതീക്ഷയിൽ. ന്യൂസ് ഡെസ്ക് KCV.